നമസ്കാരം. എങ്ങനെ സാധിക്കുന്നുണ്ട് ഒരു മനുഷ്യന് ഇങ്ങനെ പെരുന്നുണ പറയാം? അടിയന്തരമായിട്ട് മേനോന് ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. കാര്യം ഇതൊരു സ്വഭാവ വൈകല്യമാണ്, ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടതാണ്. എന്താണെന്നല്ലേ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള വ്യക്തിയെ MDMA കേസിൽ അറസ്റ്റ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞല്ലോ. അത് അറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ. പക്ഷേ ഈ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു അംശം പോലും നീതിയില്ലാതെ പെരുന്നുണയടിച്ചാൽ എന്ത് സംഭവിക്കും? ആ സന്ദർഭത്തിൽ കാര്യം നാവെടുത്ത് തിരികെ ഇടാനുള്ള ആ സ്പേസ് പോലും കിട്ടാതെ അതിന് പൊളിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരും. റിപ്പോർട്ടർ ചാനൽ തട്ടിയെടുത്തങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ആ പറഞ്ഞ പെരുന്നുണ, ഏത് ഹുസൈൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നവകേരള സദസ്സിൽ തല്ലുകൊണ്ടെന്നല്ലേ പറഞ്ഞ? തല്ലൊന്നും കൊണ്ടിട്ടില്ല. അതിന്റെ ദൃശ്യം അവന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ വലിച്ചെടുത്ത് വെളിയിട്ടിട്ടുണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ട യാത്രയിൽ പരിക്കേറ്റ ഈ വെങ്ങോല പഞ്ചായത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൃത്യമായ വിവരമുണ്ടോ റാംഷ? ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇങ്ങനെ പോലീസ് ലാത്തിച്ചാർജ് നടന്നിരുന്നു. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതിന്റെയൊക്കെ ദൃശ്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇവിടെ ഈ ഒരു പ്രശ്നം, ഈ പറയുന്ന ഹുസൈൻ, അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിക്കുന്നതിന്റെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെയും എല്ലാം റീലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്, അദ്ദേഹം ബസ് വരുമ്പോൾ, അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ആ ബസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ സൈഡിൽ നിന്നും കരിങ്കൊടി കാണിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പോലീസുകാരൻ പോലും തടയുകയോ മർദ്ദിക്കുന്നതോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴുള്ള ദൃശ്യങ്ങളും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ റീൽസുകളായി ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ റീലിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ എവിടെയും ക്രൂരമായി മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വരുന്ന നിലയിലേക്ക് മർദ്ദനമേറ്റതിന്റെ ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല എന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വളരെ ക്രൂരമായി ലാത്തിചാർജിൽ ഇദ്ദേഹത്തിന്, അതായത് ഈ ലഹരി കേസ് പ്രതിക്ക് മർദ്ദനമേറ്റിരുന്നു. അതിനെ തുടർന്ന് ചികിത്സയിൽ ദീർഘകാലം കഴിഞ്ഞിരുന്നു. ഉഴിച്ചിലിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇയാളെ വീട്ടിൽ ചെന്ന് കണ്ടത് എന്നതായിരുന്നു. പക്ഷേ ആ നിലയിൽ ക്രൂരമായ ഒരു മർദ്ദനമേറ്റതിന്റെ യാതൊരുവിധ തെളിവും ഇദ്ദേഹം തന്നെ, അതായത് ഈ ലഹരി കേസ് പ്രതി ഹുസൈൻ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള റീലുകളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നവകേരള സദസ് നടന്നത് 2023 നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയായിരുന്നു. എറണാകുളത്ത് നടന്നത് ഡിസംബർ 7 മുതൽ 10 വരെയാണ്. എന്നാൽ അതിനു മുമ്പ് 2023 ഒക്ടോബർ 21-നും 30-നും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനുമായുള്ള ഫോട്ടോ മുഹമ്മദ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് കേരളത്തിന്റെ ഖജനാവിന്ന് പൈസ ചെലവാക്കി മുഖ്യമന്ത്രിയെ ഈ നുണ ട്രീറ്റ്മെന്റിന് വിധേയമാക്കണം. ആ ട്രീറ്റ്മെന്റിലൂടെ അദ്ദേഹത്തിന് ചികിത്സിച്ച് സുഖപ്പെടുത്തിയില്ലെങ്കിൽ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് ഇത്രയും വലിയൊരു നുണയം കേരളം ഭരിച്ചിരുന്നു എന്നൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ തൻ്റേതായിട്ടുള്ള ചില കാപട്യങ്ങൾ, താൻ ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മകൾ, തൻ്റേതായിട്ടുള്ള ബന്ധങ്ങൾ, തന്നെ തീറ്റിപ്പോറ്റുന്നവരാരൊക്കെയാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിലേക്ക് സ്വന്തം പോലീസ് തന്നെ പിടിക്കുന്ന സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ അതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് കൂടി നിങ്ങൾ കേൾക്കണം. അതേപോലെ തന്നെ മറ്റ് താങ്കൾക്കെതിരായ താളുകൾ റീൽസുകൾ നീക്കം ചെയ്തു. അത് താങ്കളുടെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റല്ല, ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ, ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം,
സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര വിദഗ്ധമായിട്ടുള്ള നുണ. പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും വാക്കുകൊണ്ട് പറ്റിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ തകർന്നു വീഴുന്നു. ഇങ്ങനെ ഒരു വ്യക്തി കേരളം ഭരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥയെന്ന്. ഒരു മുഖ്യമന്ത്രിയാണെന്ന് പോലും മറന്നുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി എന്ത് കള്ളവും ഇങ്ങനെ ആധികാരികമെന്നുള്ള നിലയ്ക്ക് മനുഷ്യരോട് തട്ടിവിടാൻ ഉളുപ്പില്ലെങ്കിൽ എന്തായിരിക്കണം ആ മനുഷ്യൻ്റെ മനോനില? കോൺഗ്രസ്സുകാരടുത്ത് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല, ന്യായീകരിച്ചോളൂ.